ക്ഷേത്രത്തിൽ ഒരു ദൈവിക ശക്തിയുണ്ട്. ചിലർ അതിനെ ഭയപ്പെടുന്നു, ചിലർ അതിനെ ആരാധിക്കുന്നു. ആരാണ് ആ ശക്തി? അതാണ് പാഠം. കാലത്തിന്റെ പാതയിലൂടെ ഒഴുകിയെത്തുന്ന വിശ്വാസത്തിന്റെ ഒരു ജീവനുള്ള സാക്ഷിയാണ് കയനാടത്ത് കാവുള്ളപുരയിൽ ശ്രീ ഭഗവതി ക്ഷേത്രം. പാരമ്പര്യവും ആത്മീയതയും ചേർന്നൊരു ദിവ്യ സാന്നിധ്യം ഇവിടെ അനുഭവിക്കാം. ദേവിയുടെ കരുണയും ഉപദേവതകളുടെ ശക്തിയും ഒരുമിച്ച് ചേർന്ന ഈ കാവ് ഭക്തരുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമാണ് കൈവരിച്ചിരിക്കുന്നത്. ധർമ്മടം കയനാടത്ത് കാവുള്ളപുരയിൽ ക്ഷേത്രത്തിന്റെ ഈ മനോഹര ദൃശ്യം ഉത്സവകാലത്തെ അതുല്യമായ ആത്മീയ ഭംഗിയാണ് അവതരിപ്പിക്കുന്നത്. ഈ അവസരത്തിൽ ക്ഷേത്രത്തിലെ തിരുമേനി പറഞ്ഞ വളരെ പുരാതനമായ ചരിത്രവിശേഷങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുന്നു. ലോകപ്രസിദ്ധി ആർജിച്ച അണ്ടലൂർ കാവിലെ ദൈവത്താർ ഈശ്വരന്റെ തിരുമുടി രൂപകൽപ്പന ചെയ്യുന്നതിനായി കോട്ടയം രാജ്യത്തെ ചിറക്കൽ രാജവംശത്തിലെ സ്വർണ്ണപ്പണിക്കാരെ ധർമ്മടത്തേക്ക് കൊണ്ടുവന്നു. ധർമ്മടം ഗ്രാമത്തിൽ സ്വർണ്ണപ്പണിക്കാർ ഇല്ലാതിരുന്നതിനാൽ അണ്ടലൂർ കാവിലെ ഊരാളന്മാരാണ് ഇവിടേക്ക് അവരെ കൊണ്ടുവന്നത്. ധർമ്മടത്തേക്ക് വരുമ്പോൾ ഈ സ്വർണ്ണപ്പണിക്കാർ അവരുടെ കുലദേവതയെയും കൂടെ കൂട്ടി. കൂടെ പരിവാര ദേവതകളായ ഗുളിയൻ, നാഗദൈവങ്ങൾ, ശാസ്തപ്പൻ എന്നിവരെ കൂടെ കൊണ്ടുവന്നു. അണ്ടലൂർ കാവിൽ ദൈവത്താർ ഈശ്വരന്റെ സാന്നിധ്യമുള്ളതിനാൽ കെട്ടിയാട്ടങ്ങൾ നടത്താൻ സാധിക്കുമായിരുന്നില്ല. അതിനാൽ കൊണ്ടുവന്ന കുലദേവതയെയും ഉപദേവതകളെയും ഇവർ തന്നെയാണ് കയനാടത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത്. ആദ്യകാലങ്ങളിൽ ഗുരുവാണ് ശ്രീ പോർക്കലി ഭഗവതിയെ ഇവിടെ പൂജിച്ചിരുന്നത്. പിന്നീട് ഗുരുവിൻ്റെ വിരഹകാലത്ത് ഗുരുവിനെയും പോർക്കലി ഭഗവതിയുടെ സമീപത്ത് പ്രതിഷ്ഠിച്ചു. ഇന്ന് ആ ഗുരുവിനെ ശ്രീ ദക്ഷിണാമൂർത്തിയായിട്ടാണ് ആരാധിക്കുന്നത്. സ്വർണ്ണപ്പണിക്കാർ തോണി മാർഗം യാത്ര ചെയ്ത് അവരുടെ കുലദേവതയെയും ഉപദേവതകളെയും പട്ടുവസ്ത്രത്തിൽ പൊതിഞ്ഞ് ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ആ യാത്രക്കിടെ പുഴയോരത്ത് ഒരു ചാമുണ്ഡി ദേവിയുടെ ദർശനം ലഭിച്ചതിനു ശേഷം ആ അമ്മയുടെ അനുഗ്രഹം വാങ്ങിയ ശേഷം കയനാട്ടിലേക്ക് എത്തി എന്നാണ് വിശ്വാസം. ക്ഷേത്രം ഒരു സാധാരണ ആരാധനാലയം മാത്രമല്ല, സമ്പന്നമായ പാരമ്പര്യവും വിശ്വാസവും ചേർന്ന ഒരു ആത്മീയ കേന്ദ്രമാണ്. ദൈവത്താർ ഈശ്വരന്റെ ശക്തി അണ്ടലൂരിന്റെ അതിരുകൾക്കപ്പുറം 4 ദേശങ്ങളിലായി വ്യാപിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ 4 ദേശങ്ങളാണ് കയനാടുകൾ എന്ന് വിളിക്കപ്പെടുന്നത്. ഒന്നാം കയനാട് അണ്ടലൂർ കാവ് തന്നെ, രണ്ടാമത്തേത് പാലയാട്, മൂന്നാമത്തേത് മുയിലൂർ, നാലാമത്തേത് ധർമ്മടം. ഈ 4 കയനാടുകളും ഒന്നിച്ചാണ് ദൈവത്താർ ഈശ്വരന്റെ മെയ്യാഭരണം തയ്യാറാക്കേണ്ടത് എന്നാണ് ആചാരം. ഈ മെയ്യാഭരണത്തിൽ ഉണ്ടായേക്കാവുന്ന കേടുപാടുകൾ പരിഹരിക്കുന്ന അവകാശവും ചുമതലയും ഈ കയനാടുകൾക്കാണ്. പള്ളിയറയ്ക്ക് സമീപം ഇവർ ആഭരണങ്ങളും അനുബന്ധ വസ്തുക്കളും സൂക്ഷിച്ച് ആചാരാനുസൃതമായി ഈ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. പണ്ടുകാലത്ത് ഈ കയനാടുകൾ അവിടെ താമസിച്ചിരുന്ന പൂർവികരാണ് ഈ മഹത്തരമായ കാര്യങ്ങൾ നിർവഹിച്ചിരുന്നത്. ഇന്നും അവരുടെ പിന്മുറക്കാരാണ് ആ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് തുടരുന്നത്. അണ്ടലൂർ കാവിനടുത്ത് തന്നെയാണ് ഇവരിപ്പോഴും താമസിച്ച് മെയ്യാവരണം തയ്യാറാക്കുന്ന പുണ്യകർമ്മം നിർവഹിക്കുന്നത്. ദൈവത്താർ ഈശ്വരന്റെ തിരുമുടിയും രൂപകൽപ്പനയും ഈ പൂർവികരുടെ ആത്മസമർപ്പണത്താലും ഭക്തിയാലുമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അത്യന്തം കർശനമായ പൂജാവിധികളും ശുദ്ധാചാരങ്ങളും പാലിച്ചാണ് അവർ ഈ ദൈവിക രൂപം നിർമ്മിച്ചത്. ഏകദേശം 50 വർഷങ്ങൾക്ക് മുൻപ് വരെ ഈ രീതിയിലായിരുന്നു കാര്യങ്ങൾ നടന്നിരുന്നത്. പിന്നീട് കയനാടത്ത് കാവിൽ ജീർണാവസ്ഥ വന്നെങ്കിലും വീണ്ടും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി ഇന്ന് കാണുന്ന നിലയിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ അണ്ടലൂർ കാവിൻ്റെ ഉദ്ഭവവും പാരമ്പര്യവും ഈ കയനാടുകളുമായി ചേർന്ന് നിൽക്കുന്ന ദൈവിക ചരിത്രത്തിൻ്റെ ഒരു അമൂല്യ ഭാഗമാണ്. അണ്ടലൂർ കാവിൻ്റെ ഉത്സവം ആരംഭിക്കുന്നതിന് 30 ദിവസം മുൻപ് കയനാട്ട് കാവിൽ വ്രതം ആരംഭിക്കുന്നു. സംക്രാന്തി ദിവസങ്ങളിൽ നിന്ന് വ്രതമെടുത്ത് കുംഭം 4-ാം തീയതി പുലർച്ചെ 3 മണിക്ക് പ്രത്യേകം പൂജകൾ നടത്തപ്പെടുന്നു. വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച ശേഷം ഭക്തജനങ്ങൾ കാൽനടയായി കയനാടത്ത് കാവിൽ നിന്നും അണ്ടലൂർ കാവിലേക്ക് പുറപ്പെടുന്നു. തിരുമുടിയിൽ ഉണ്ടായേക്കാവുന്ന കേടുപാടുകൾ പരിഹരിക്കുന്നതിനായി അവർ പണ്ടത്തെ രീതിയിൽ തന്നെയാണ് ഇന്നും ആവർത്തിച്ചു കൊണ്ടുപോകുന്നത്. ദൈവത്താരീശ്വരന് വെളിച്ചെണ്ണ സമർപ്പിച്ചതിനു ശേഷം അവർ ആചാരാനുസൃതമായ പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ഇതൊരു സാധാരണ യാത്രയല്ല. പൂർവികർ അനുഷ്ഠിച്ച ആചാരങ്ങളെ അതേ ആത്മാർത്ഥതയോടെ തുടരുന്ന ഒരു ദൈവിക പരമ്പരയാണ്. ദൈവത്താരീശ്വരന്റെ തിരുമുടിയിലെ അറ്റകുറ്റപ്പണികളുടെ പൂർണ്ണ ഉത്തരവാദിത്വം
കൈനാട്ടുകാവിലെ പിന്തുടരുന്ന പാരമ്പര്യ കുടുംബങ്ങൾക്കാണ്, അതായത് അവകാശികൾക്കാണ്. ഗുളികൻ, നാമകദേവതകൾ തുടങ്ങിയവ എല്ലാം ഈ ദേവിയുടെ കുടുംബാരാധ്യ ദേവതകളായാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത്. ഇതുകൂടാതെ ദേവിയുടെ ശാക്തേയ രൂപവും ഇവിടെ പ്രതിഷ്ഠിതമാണ്. തിരുമുടി പ്രതിഷ്ഠിച്ച നിമിഷം മുതൽ കൈനാടത്ത് കാവിന്റെ പ്രതിനിധികൾ ദേവതാരീശ്വരന്റെ സാന്നിധ്യത്തിൽ ഉണ്ടാകുന്നത് പതിവായിരുന്നു. പൂർവികർ ഈ കർമ്മങ്ങൾ അതിയായ ഭക്തിയോടെയും ആത്മാർത്ഥതയോടെയും നിർവഹിച്ചിരുന്നുവെങ്കിലും ഇന്നത്തെ കാലത്ത് ആ രീതിയിലുള്ള ദൈവസന്നിധിയിൽ സ്ഥിരമായി നിൽക്കുന്ന പതിവ് കുറവാണ്. ഇപ്പോൾ ആവശ്യമുള്ളപ്പോൾ, പ്രത്യേകിച്ച് തിരുമുടിയുടെ അറ്റകുറ്റപ്പണികൾക്കായി മാത്രമാണ് അവർ എത്തിച്ചേരുന്നത്. ഈ ക്ഷേത്രത്തിലെ ശാക്തേയ ആരാധനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഉത്സവത്തിന് മുൻപായി ശാക്തേയം എന്ന പ്രത്യേക ആചാരം നിർബന്ധമായി നടത്തപ്പെടുന്നു. ശാക്തേയ ദേവതയുടെയും ഗുരുവിൻ്റെയും അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് ഉത്സവം നടപ്പാക്കപ്പെടുന്നത്. ഇത് കായനാട്ടിലെ തറവാട്ട് വീട്ടിലാണ് നടത്തപ്പെടുന്നത്. ഉത്സവത്തിന് മുൻപ് ചാമുണ്ഡി ദേവിയുടെ കാവിലും പ്രത്യേകമായ ആചാരങ്ങൾ നടക്കുന്നു. പൂർവികർ പുഴ കടന്നു വരുമ്പോൾ ദർശനം ലഭിച്ച ചാമുണ്ഡി ദേവിയുടെ സാന്നിധ്യത്തിലെത്തി കാവിലെ കോമരം പൂജ നിർവഹിക്കുകയാണ് പതിവ്. ഗുളികൻ, ഭൈരവൻ, കുട്ടിച്ചാത്തൻ, നാഗരാജാവ്, പാലിക്കുട്ടിച്ചാത്തൻ തുടങ്ങിയ ദേവതാരൂപങ്ങൾ ഉത്സവത്തിൽ പ്രധാനമായും പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യേകിച്ച് കുട്ടിച്ചാത്തൻ 3 വ്യത്യസ്ത രൂപങ്ങളിലായി ആരാധിക്കപ്പെടുന്നു: വെള്ളാട്ടം, പാലിക്കുട്ടിച്ചാത്തൻ, സാക്ഷാൽ കുട്ടിച്ചാത്തൻ എന്നിങ്ങനെ. ഇവയിൽ പാലിക്കുട്ടിച്ചാത്തൻ മുന്നിൽ കനൽ വെച്ച് ആചാരങ്ങൾ നിർവഹിക്കുന്ന രൂപമായാണ് കാണപ്പെടുന്നത്. ക്ഷേത്രത്തിലെ ഗുരുവിനെ ശ്രീകോവിലിലും തറയിലും ഒരുപോലെ സാന്നിധ്യമുള്ളതായി കരുതപ്പെടുന്നു. എന്നാൽ പൂജാക്രമത്തിൽ ശ്രീകോവിലിലെ സ്ഥാനം ഉത്തമമായും തറയിലേത് മധ്യമമായും പരിഗണിക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം. 7-ാം തീയതി പ്രതിഷ്ഠാ ദിനം 8-ന് കാവിൽ കയറൽ, കൊടിയേറ്റം, വൈകുന്നേരം കലവറ നിറയ്ക്കൽ, നിവേദ്യം വരവ്. നട്ടത്തറ: ഒരു ദേവത പൂർണ്ണഭാവത്തിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കുട്ടിച്ചാത്തന് 4 പൂജയും ദേവിക്ക് 3 എണ്ണവും നട്ടത്തറ കഴിച്ചിരിക്കണമെന്നാണ്. കുരുതി തെയ്യങ്ങളുമായി ബന്ധപ്പെട്ട് കണിയാമ്പള്ളി എന്ന ആചാരവും ഇവിടെ നടത്തപ്പെടുന്നു. ധാരികാസുരനെ സംഹരിച്ച ഭദ്രകാളിയുടെ വിജയം അനുസ്മരിച്ചാണ് ഈ കണിയാമ്പള്ളി നടത്തപ്പെടുന്നത്. ഈ ആചാരത്തിൽ ഭദ്രകാളി പ്രധാന ആരാധനാമൂർത്തിയായി പ്രതിഷ്ഠിക്കപ്പെടുന്നു. കേരളത്തിലെ കാളിയാട്ടം, തെയ്യം, കുരുതി തുടങ്ങിയ ആചാരങ്ങളിൽ ഈ കഥയുടെ ഓർമ്മ ഇന്നും നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് കണിയാമ്പള്ളി പോലെയുള്ള ആചാരങ്ങൾ ഭദ്രകാളിയുടെ ഈ വിജയം അനുസ്മരിപ്പിക്കുന്നതിനാലാണ് നടത്തപ്പെടുന്നത്. ഇവിടെ നടക്കുന്ന ഉത്സവാഘോഷങ്ങൾ മലയാള മാസമായ മീനത്തിലെ 7-ാം തീയതിയോടെയാണ് ആരംഭിക്കുന്നത്. അന്നേ ദിവസം കാവിലെ കൊടിയേറ്റം നടക്കുകയും വൈകുന്നേരത്തോടെ കലവറ നിറയ്ക്കൽ എന്ന ആചാരവും ആരംഭിക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം ഉത്സവത്തിന്റെ ഔപചാരികമായ തുടക്കം കുറിക്കുന്നു. പ്രധാന ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ പൂജാരി പൂജകൾ നിർവഹിക്കുമ്പോൾ ഉപദേവതകളുടെ പൂജകൾ പാരമ്പര്യമായി തലമുറകളായി തുടരുന്ന കുടുംബങ്ങളിലെ അംഗങ്ങളാണ് നിർവഹിക്കുന്നത്. ഈ പൂജാക്രമങ്ങൾ മധ്യമ രീതിയിലാണ് നടത്തപ്പെടുന്നതെന്നാണ് വിശ്വാസം. പാലിക്കുട്ടിച്ചാത്തൻ്റെ അദ്ഭുത കഥ. കേരളത്തിലെ രഹസ്യദേവൻ പാലിക്കുട്ടിച്ചാത്തൻ. കുട്ടിച്ചാത്തൻ ഒരു ദൈവിക ചൈതന്യം. ചിലർ പറയുന്നു ശിവനുമായി ബന്ധപ്പെട്ട ശക്തി, ചിലർ പറയുന്നു തന്ത്രപരമായ ദൈവം. കുട്ടിച്ചാത്തൻ ഒരു സാധാരണ ദൈവമല്ല, വിശ്വാസപ്രകാരം അതിവേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണ്. ആളുകൾ പറയുന്നത് വേഗത്തിൽ ഫലം നൽകുന്ന, ശത്രുനാശം നൽകുന്ന, സംരക്ഷണം നൽകുന്ന ദൈവം. ചിലർ പറയുന്നു ശരിയായ രീതിയിൽ പ്രാർത്ഥിച്ചാൽ വളരെ വേഗത്തിൽ ഫലം കിട്ടുമെന്ന്. എന്നാൽ ഇതെല്ലാം വിശ്വാസങ്ങളുടെ ഭാഗമാണ്. കേരളത്തിലെ തെയ്യം, കാവ്, താന്ത്രിക ആരാധനകളിൽ കാണുന്ന ഒരു പ്രത്യേക ദൈവശക്തിയാണ് കുട്ടിച്ചാത്തൻ. കുട്ടി എന്ന് പറഞ്ഞാൽ ബാലരൂപം, ചാത്തൻ ആത്മീയ ശക്തി അഥവാ ദൈവശക്തി. കുട്ടിച്ചാത്തൻ ബാലരൂപത്തിലുള്ള ഒരു ശക്തി. ഇത് പ്രധാനമായും വടക്കൻ കേരളത്തിലെ കാവ് ആരാധനയിൽ, തെയ്യം സംസ്കാരത്തിൽ കാണപ്പെടുന്നു. അതിപ്രശസ്തമായ ഒരു വിശ്വാസകഥ. ഇതൊരു വിശ്വാസകഥയാണ്. കാലങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ഒരു വലിയ താന്ത്രികൻ ജീവിച്ചിരുന്നു. അദ്ദേഹം താന്ത്രിക ശക്തിയിലൂടെ ഒരു ബാലാത്മാവിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു. ആ ബാലാത്മാവ് അതീവ ബുദ്ധിമാനും വേഗതയുള്ളതുമായിരുന്നു. അദ്ദേഹം ചെയ്യാത്ത ജോലിയില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ചെറിയ തെറ്റു വന്നാൽ പോലും അതിക്രോധത്തോടെ പ്രതികരിക്കുന്നു എന്നാണ് വിശ്വാസം. കാലക്രമേണ ആ ശക്തിയെ ദേവരൂപത്തിൽ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കുട്ടിച്ചാത്തൻ എന്ന ആരാധന രൂപപ്പെട്ടു വന്നതെന്ന് ചിലർ പറയുന്നു. മറ്റൊരു വിശ്വാസം, കുട്ടിച്ചാത്തൻ ശിവന്റെ ഗണങ്ങളിൽപ്പെട്ട ഒരാൾ. ആളുകൾ വിശ്വസിക്കുന്നത് പ്രാർത്ഥിച്ചാൽ വേഗത്തിൽ ഫലം കിട്ടുകയും
സംരക്ഷണം ലഭിക്കുകയും ശത്രുക്കളിൽ നിന്ന് രക്ഷ നൽകുകയും ചെയ്യുന്നു കുട്ടിച്ചാത്തൻ എന്നാണ്. ഇത് ഒരു പരമ്പരാഗത വിശ്വാസവും ആരാധനയുമാണ്, കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം. കുട്ടിച്ചാത്തൻ ഒരു ദോഷശക്തി അല്ല, കേരളത്തിലെ പരമ്പരാഗത ആരാധനയുടെ ഒരു ഭാഗമാണ്. പാളിക്കുട്ടിച്ചാത്തനെ കുറിച്ചുള്ള കഥകളും വിശ്വാസങ്ങളും ഇന്നും പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നു. ഇത് ഒരു ഭയത്തിൻ്റെ കഥയോ അതോ ഒരു ശക്തിയുടെ ആരാധനയോ, അത് നിങ്ങൾ തീരുമാനിക്കും. ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയെ പറ്റിയിട്ടും ഈ അമ്പലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് പറയാമോ? പറയാം. അമ്മേ ശരണം, മഹാഗുരുവേ ശരണം. ഇത് അണ്ടലൂർ കാവിലേക്ക് മെയ്യാഭരണ ആയിട്ട് സ്ഥാനം കിട്ടിയ ഇവരുടെ കുലദേവതയാണ് ഗുരുവും ശ്രീ പോർക്കലി ദേവതി. അതായത് ഭദ്രകാളി വിധാനത്തിലാണ് താന്ത്രികമായിട്ട് പൂജ വയ്ക്കുന്നത്. പിന്നെ പരിവാര ദേവതകളായ ഗുളികൻ, ഭൈരവൻ, കുട്ടിച്ചാത്തൻ, നാഗ ദൈവങ്ങൾ, അതായത് നാഗരാജാവ്, നാഗ ഭഗവതി, പിന്നെ പോർക്കലി ഭഗവതി, ഇതെല്ലാം കെട്ടിയാട്ടങ്ങൾ. പിന്നെ അതുകൂടാതെ തറവാട്ടിൽ കുടികൊള്ളുന്ന 2 ദേവതയുണ്ട്, ശാക്തേയ ഗുരുവും ശാക്തേയ ഭഗവതി. അപ്പോൾ അതാണ് മൂലസ്ഥാനം ആദ്യത്തെ. അതിനുശേഷമാണ് ഇത് പിന്നെ എല്ലാവർക്കും തൊഴാൻ വേണ്ടിയിട്ട് ശാക്തേയം നിഗൂഢമായതുകൊണ്ട് പണ്ടത്തെ പൂർവികന്മാരെ എല്ലാവർക്കും തൊഴാൻ വേണ്ടിയിട്ട് പള്ളിയേറി എടുത്ത് പിന്നെ തൊഴാനുള്ള സംവിധാനം ആക്കിയതാവാനാണ് സാധ്യത. ഞാൻ ഇവിടെ മേൽശാന്തിയായിട്ട് ചുമതലയേറ്റിട്ട് 19 വർഷമായി. പിന്നെ വിളിപ്പുറത്തുള്ള ദേവത അമ്മയാണ്. പല അനുഭവങ്ങളുണ്ട്. എത്ര വർഷമായി ഇവിടെ? ഇപ്പം 50 വർഷത്തോളം. ആദ്യമുണ്ട്. നമ്മളെ ചെറുതില് സ്കൂൾ പഠിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ അന്നേരം അപ്പോൾ കുറേ അനാഥപ്പെട്ടു പോയിട്ട് ആരും നോക്കാനില്ല, ഒന്നും ഇല്ലാണ്ടായിപ്പോയി. 2008 മുതലാണ് പുനഃപ്രതിഷ്ഠ വന്നിട്ട് ഈ തന്ത്രി ആചാര്യനായിട്ട് സ്വീകരിച്ചത്. അത് വെള്ളൂരിലത്ത് പരമേശ്വരൻ നമ്പൂരിയാണ്, നമ്പൂരിപ്പാടാന്ന് കൊടുത്ത തന്ത്രി. നാഗാരാധനയുടെ അതിസുന്ദരമായ ഒരു അവതരണമാണ് നാഗരാജാവും നാഗഭഗവതിയും തെയ്യമായി കെട്ടിയിറങ്ങുന്നത്. പ്രകൃതിയുടെയും സർപ്പശക്തിയുടെയും പ്രതീകമായി ഈ രൂപങ്ങൾ ഭക്തരിൽ ഭക്തിയും ഭയഭക്തിയും ഒരുപോലെ ഉണർത്തുന്നു. നാഗരാജാവും നാഗദേവതയും ഭൂമിയുടെയും ജലത്തിൻ്റെയും സംരക്ഷകരായി കരുതപ്പെടുന്നു. ഇവരുടെ അനുഗ്രഹം സമൃദ്ധിയും സന്താന സൗഭാഗ്യവും നൽകുമെന്നാണ് വിശ്വാസം. തെയ്യം വേഷത്തിൽ അവർ കെട്ടിയിറങ്ങുമ്പോൾ അതൊരു കലാപ്രകടനം മാത്രമല്ല, ദൈവിക സാന്നിധ്യത്തിൻ്റെ ജീവന്തമായ അനുഭവമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ സേവന പ്രവർത്തനങ്ങളിൽ നാട്ടിലെ സ്ത്രീകൾ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. സമൂഹ ജാഗ്രതയോടും ഭക്തിയോടും കൂടി അവർ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഇവിടെ സജീവമായ ഒരു ഭജന സംഘവും അവരുടെ ഭക്തിഗാനങ്ങളും ഭജനയും ഈ ദൈവസ്ഥലത്തിന് കൂടുതൽ ആത്മീയമായ അന്തരീക്ഷം നൽകുന്നു. ഈ ഉത്സവത്തിൻ്റെ ഏറ്റവും ദിവ്യമായ നിമിഷം ശ്രീ പോർക്കലി ഭഗവതി ഇറങ്ങുന്ന ആ കാഴ്ച തന്നെയാണ്. സ്ത്രീകൾ ഒരുമിച്ച് ചേർന്ന് താലപ്പൊലിയുമായി വന്ന് ദേവിയെ വരവേൽക്കുന്ന മനോഹരമായൊരു നിമിഷമാണ് അവിടെ ആരംഭിക്കുന്നത്. കൈകളിൽ താലപ്പൊലികളുമായി
ചിലർ ദീപവുമായി, ചിലർ പുഷ്പങ്ങളുമായി. അവർ ഒരു ഭക്തി നിറഞ്ഞ ശാന്തതയിൽ അമ്മയുടെ മുന്നിലേക്ക് എത്തുന്നു. ആ നിമിഷത്തിൽ വാക്കുകളേക്കാൾ ശക്തമായി സംസാരിക്കുന്നത് അവരുടെ ഭക്തിയാണ്. അതൊരു സാധാരണ വരവേൽപ്പല്ല. അമ്മയെ സ്വന്തം വീടിൻ്റെ ഒരംഗം പോലെ സ്വീകരിക്കുന്ന ആത്മാർത്ഥമായ ഒരു അനുഭവമാണ്. ആകാശത്തെ തൊടുന്ന പോലെ ഉയർന്ന മുള കൊണ്ട് നിർമ്മിച്ച മഹത്തായ മുടി, അതിൻ്റെ ഭംഗി തന്നെ ഒരു അത്ഭുതമാണ്. ചിലർ ചേർന്നാണ് ആ മുടി താങ്ങിക്കൊണ്ടുവരുന്നത്. അതിന് പിന്നിലെ ഭക്തിയും ഏകാഗ്രതയും ഓരോ ചുവടിലും പ്രകടമാകുന്നു. തുടർന്ന് അതീവ ആദരവോടുകൂടി ആ മുടി അമ്മയുടെ തലയിൽ വയ്ക്കുന്നു. അതിനുശേഷം ആ ഉയർന്ന മുടിയോടുകൂടി അമ്മ ക്ഷേത്രം ചുറ്റി പ്രദക്ഷിണം വയ്ക്കുന്നു. ഓരോ ചുവടും ഓരോ ചലനവും ദൈവിക സാന്നിധ്യത്തിന്റെ ജീവൻ നിറഞ്ഞ പ്രകടനം പോലെ അനുഭവപ്പെടുന്നു. സ്ത്രീകൾ ഒരുമിച്ച് ചേർന്ന് അമ്മയ്ക്കൊപ്പം അമ്പലം പ്രദക്ഷിണം വയ്ക്കുന്നു. അമ്മയും ഭക്തരും 3 പ്രദക്ഷിണങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഉത്സവത്തിന്റെ അവസാന ഘട്ടം എത്തുന്നു. അതിനുശേഷം അമ്മയുടെ മുടിയഴിക്കൽ എന്ന ആചാരത്തോടു കൂടി ഈ ദിവ്യമായ ആഘോഷത്തിന്റെ പരിസമാപ്തിയിലേക്ക് ഉത്സവം എത്തുന്നു. പാരമ്പര്യത്തിന്റെ മാധുര്യവും ഭക്തിയുടെ ആഴവും ചേർന്നാണ് കയനാടത്തെ കാവിലെ ഓരോ ഉത്സവവും നിറഞ്ഞു നിൽക്കുന്നത്. പൂർവികർ നൽകിയ ഈ പുണ്യ പാരമ്പര്യം ഇന്നും അതേ ഭക്തിയോടും ആദരവോടും കൂടി തുടരുന്നു എന്നാണ് ഈ കാവിൻ്റെ മഹിമ. ഈ ദൈവിക അനുഭവം നമ്മളെ കൂടുതൽ ആത്മീയതയിലേക്കും വിശ്വാസത്തിലേക്കും നയിക്കുന്നു. വീണ്ടും പുതിയ അനുഭവങ്ങളുമായി കണ്ടുമുട്ടാം. അതുവരെ ഈ ദൈവാനുഗ്രഹം എല്ലാവർക്കും നിറഞ്ഞു നിൽക്കട്ടെ.